നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എങ്ങോട്ട് പോടി? എനിക്ക് നീനെ ഒന്ന് കാണണം അമ്മേ. കുറച്ച് നോട്ട്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പോയിട്ട് വരെ. നീ നിന്നേ. നാഥന്റെ ഹോട്ടലിന്റെ വഴിയല്ലേ നീ പോന്നേ? പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി സന്ദീപിനെ കാണണം. അവനോട് സംസാരിക്കണം. അമ്മേ, അയാൾക്ക് നമ്മളോട് ഒരു താല്പര്യവും ഇല്ല. ദേവൂട്ടിയുടെ അമ്മയെ അനുജത്തി എന്നതിനപ്പുറം ഒരു പരിഗണനയും ഇല്ല. എന്നിട്ട് നമ്മൾ വലിഞ്ഞു കയറി അങ്ങോട്ട് ചെല്ലുന്നതും അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും ശരിയല്ല അമ്മേ. ഒരു ശരികേടുമില്ല. 3 തവണ അയാൾ നിന്നോട് താല്പര്യമില്ലാത്ത മട്ടിൽ പെരുമാറുമായിരിക്കും. 4ാമത്തെ തവണ അയാളുടെ രീതി മാറും. നിന്നെ അയാൾ അംഗീകരിക്കും. 5ാം തവണ അയാൾക്ക് നിന്നോട് ഇഷ്ടം വരും. അതാണ് മനുഷ്യ സ്വഭാവം. ഈ അമ്മേ, ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ തിയറിയാ. അമ്മയൊക്കെ കുഞ്ഞു കാമുകിമാരായി നടന്നപ്പോ ഉള്ള തിയറി. ഇത് ന്യൂജൻ കാലം അമ്മേ. മെത്തേഡൊക്കെ മാറിപ്പോയി. 5 തവണ കണ്ടാലും 10 തവണ കണ്ടാലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. നീ ന്യൂജനായിരിക്കും, പക്ഷേ അവൻ പഴയ ജനറേഷനാ. അതുകൊണ്ടല്ലേ ഇപ്പോഴും സൗപർണിക ജപിച്ച് നടക്കുന്നേ. ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമുണ്ട്. മദനൻ എന്നോ നഷ്ടപ്പെട്ട ലീലയും വിളിച്ച് കരഞ്ഞു നടക്കുന്ന കഥ. സന്ദീപിന്റെ കാര്യം അതുപോലെ തന്നെയാ. അവൻ സൗപർണിക എന്ന് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ, അത് തന്നെ അമ്മേ ഞാനും പറയുന്നേ. സൗപർണിക എന്ന് പറഞ്ഞു നടക്കുന്ന ആ മനുഷ്യന് മുന്നില് അപ്സരസുകൾ വന്നാലും അയാൾക്ക് മനസ്സിളകില്ല. അവൻ സൗപർണിക എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാ നിനക്കും അവസരമുണ്ടെന്ന് ഞാൻ പറയുന്നേ. ഇനിയിപ്പൊ അധികം വൈകാതെ തന്നെ ഞാൻ ആ ദേവൂട്ടിയുടെ കല്യാണം നടത്തും. അവള് കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ അവൻ സൗപർണിക എന്നും പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമില്ലല്ലോ. അവിടെയാണ് നിന്റെ ചാൻസ്. സൗപർണിക ഇല്ലെങ്കിൽ സൗപർണികയുടെ അനിയത്തി. അങ്ങനെ അവനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനു മുമ്പ് അവനുമായിട്ട് നിനക്കൊരു സൗഹൃദം അടുപ്പമുണ്ടായിരിക്കണം. മനസ്സിലായോ? ശരി, ഞാനിപ്പോ എന്ത് വേണം നമ്മ പറയുന്നേ? നീ അവന്റെ അടുത്ത് പോണം, അവന്റെ അടുത്ത് അടുപ്പുണ്ടാക്കണം, സംസാരിക്കണം. ഇത്രേ വേണ്ടൂ. ശരി, ഞാൻ പോവാം. കാണാം. പോകുന്ന വഴിക്കേ ഞാൻ അവിടെ ഇറങ്ങാം. ഹലോ ചേച്ചി, ഞാനാ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് അന്ന് വീട്ടിൽ വന്നിരുന്നില്ലേ? ആ, മനസ്സിലായി. എന്താ? അതെ, നാളെ ഒരു കൂട്ടര് വരും. അവർക്ക് കുട്ടിയുടെ കുറവുകൾ പ്രശ്നമല്ലെന്നാ പറഞ്ഞേ. ആണോ? അവർക്ക് കുട്ടിയെ ഒന്ന് കാണണം, കാര്യങ്ങൾ സംസാരിക്കണം. വരാമല്ലോ അല്ലേ? വരട്ടെ. പിന്നെ ആ പയ്യന്റെ ഫോട്ടോ ഒന്ന് ഇട്ടേരണേ. ആ, അതിട്ട് തരാം. നാളെ അവര് വരുമ്പോ കുട്ടി വീട്ടിലുണ്ടാവണേ. ഉണ്ടാവും. ശരി. ശരി.